48 മണിക്കൂറത്തെ ധ്യാനത്തിന് ശേഷം കന്യാകുമാരി വിടുകയാണ്. ധ്യാനം മതിയാക്കി മോദി. ഇതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, വോട്ടെടുപ്പ് ഏതാണ്ട് പൂർത്തിയാകുന്ന ഘട്ടം. മോദി ധ്യാനം പൂർത്തിയാക്കി മടങ്ങുന്നു. തീർച്ചയായും 45 മണിക്കൂർ നീണ്ട ധ്യാനം മോദി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ വിവേകാനന്ദ പാറയിലെ ധ്യാന സ്ഥലത്ത് നിന്ന് മോദി മടങ്ങുകയാണ്. പ്രത്യേകം ബോട്ടിൽ തയ്യാറാക്കിയ ബോട്ടിലാണ് അദ്ദേഹം കരയിലേക്ക് മടങ്ങുന്നത്. ഇനി അവിടെ നിന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തും. ഗസ്റ്റ് ഹൗസിൽ നിന്ന് അല്പം വിശ്രമിച്ച ശേഷം അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസമാണ്, മിനിഞ്ഞാന്നാണ് ഈ യാത്ര. വ്യാഴാഴ്ച രാത്രിയോടുകൂടിയാണ് മോദിയുടെ ഈ ധ്യാനം ആരംഭിക്കുന്നത്. വിവേകാനന്ദ പാറയിലെത്തി ഈ 45 മണിക്കൂറുള്ള ധ്യാനം അദ്ദേഹം ചെലവഴിക്കുകയാണ് ഉണ്ടായത്. ഈ സമയത്തൊക്കെ ഇലക്ഷൻ അദ്ദേഹം മത്സരിക്കുന്ന 7ാം ഘട്ട ലോക്സഭ ഇലക്ഷന്റെ പോളിംഗ് പുരോഗമിക്കുന്നതിനിടയിലാണ് മോദിയുടെ ധ്യാനം നടന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഓർമ്മയുണ്ട്, 2019 ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കേദാർനാഥിലെ ഗുഹയിലായിരുന്നു മോദിയുടെ ധ്യാനമെങ്കിൽ ഇത്തവണ അത് കന്യാകുമാരിയിൽ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് ആണ് ആ ധ്യാനം നടത്തിയത്. ഏതായാലും അതിപ്പോൾ പൂർത്തിയായിരിക്കുന്നു. മോദി ഇപ്പോൾ മടങ്ങുകയാണ്. ഇനിയിപ്പോൾ ഈ കന്യാകുമാരിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് മോദിയുടെ യാത്ര. മോദി അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും. അവിടെ നിന്ന് പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് മടങ്ങും എന്നുള്ളതാണ് ഏതായാലും അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ 2 ദിവസത്തെ ധ്യാനം, ഈ 45 മണിക്കൂർ ധ്യാനം കൊണ്ട് കൂടുതൽ മാധ്യമ ശ്രദ്ധ ഈ കന്യാകുമാരിയിലേക്കും മോദിയിലേക്കും എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് പൊതുവെ ഉയരുന്ന ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഏതായാലും അതിൽ മോദി വിജയിച്ചു എന്നുള്ളതാണ്. ഏതായാലും മോദിയുടെ മണ്ഡലത്തിലെ വോട്ടെടുപ്പ്, മോദി മത്സരിക്കുന്ന വാരണാസി അടക്കമുള്ള മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് അല്പസമയത്തിനകം തന്നെ അവസാനിക്കുകയും ചെയ്യും. അതിന് തൊട്ടു മുൻപ് ഇപ്പോൾ മോദിയുടെ ധ്യാനവും അവസാനിപ്പിച്ച് മോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ നിന്ന് മടങ്ങുകയാണ്. തീർച്ചയായും, കാരണം ഈ 48 മണിക്കൂറായി മോദിയുടെ ധ്യാനത്തിന് ഒരുപാട് രാഷ്ട്രീയ പ്രസക്തി ഉണ്ടെന്ന് ഒരു വാദം. അതല്ല, മറിച്ച് ഇന്ത്യയുടെ സാംസ്കാരിക ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രക്രിയയാണ് മോദി എന്ന ഭക്തൻ വ്യക്തിപരമായി ചെയ്യുന്നതാണ് എന്ന് മറുവാദം. ഇതിനൊക്കെ ഇടയിലാണ് പിന്നീട് മാത്രമല്ല അവിടെ ഈ 48 മണിക്കൂറായി അവിടേക്ക് ഉള്ള വിനോദസഞ്ചാരികൾ, വിശ്വാസികൾ ഒക്കെയുള്ള സാധാരണക്കാരെ മുഴുവൻ മാറ്റി നിർത്തുന്നു. കച്ചവട സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടുന്നു. ഇങ്ങനെ ഒരു VVIPയുടെ ധ്യാനം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ മറ്റൊരു ഘട്ടമായി പറയുന്നു. പിന്നീട് 48 മണിക്കൂർ പ്രധാനമന്ത്രിയുടെ ചുമതലയുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ 48 മണിക്കൂർ ഇങ്ങനെ അടച്ചിരിക്കുന്ന ശരിയല്ല. ഇങ്ങനെ ഒരുപാട് വിമർശനങ്ങൾക്കിടയിലായിരുന്നു ഈ 48 മണിക്കൂർ ധ്യാനം പൂർത്തിയാക്കുന്നത്. പക്ഷേ 48 പൂർത്തിയാക്കിയില്ലല്ലേ? 45 മണിക്കൂറാകുമ്പോൾ മതിയാക്കി പോവുകയാണ്. 45 മണിക്കൂർ ധ്യാനമാണ് നിശ്ചയിച്ചിരുന്നത്. അതായത് വോട്ടെടുപ്പ്, ഈ 7ാം ഘട്ട വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് ധ്യാനം അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ധ്യാനത്തിന്റെ ക്രമീകരണം നടത്തിയിരുന്നത്. അങ്ങനെ 45 മണിക്കൂർ ധ്യാനമാണ് നടത്തിയത്. ഏതായാലും ഈ ധ്യാനം തുടങ്ങിയത് മുതൽ തന്നെ വലിയ വിമർശനങ്ങളും ഉയർന്നിരുന്നു. കാരണം പ്രത്യേകിച്ച് ഈ ധ്യാനം നടക്കുന്ന സമയത്ത് വിവിധ ക്യാമറ ആംഗിളുകളിൽ നിന്നടക്കം ഈ ധ്യാനത്തിൻ്റെ വിഷ്വലുകൾ പുറത്തേക്ക് വന്നിരുന്നു. അതിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. ധ്യാനിക്കുമ്പോൾ എന്തിനാണ് 9ലധികം ക്യാമറകളുടെ ആ ദൃശ്യങ്ങൾ പകർത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും അടക്കം വലിയ വിമർശനത്തിന് വഴിവെച്ചിരുന്നു. മാത്രമല്ല, എന്തിനാണ് ഇത്തരത്തിലൊരു ധ്യാനം എന്നതടക്കമുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു. നേരത്തെ ഇന്ന് ഹിന്ദു പത്രത്തിലടക്കം ഈ ശ്രീരാമകൃഷ്ണ മിഷന്റെ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങളും വന്നിരുന്നു. അതിൽ മോദിയുടെ ഈ ധ്യാനത്തെ വലിയ രീതിയിൽ വിമർശിക്കുന്ന ശ്രീരാമകൃഷ്ണ മിഷനിലെ അംഗങ്ങളുടെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മാത്രമല്ല, ചിലർ അതിനെ ഇക്കാര്യത്തിൽ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇത്തരമൊരു ധ്യാനം നടത്തുന്നത് അത് രാജ്യത്തിൻ്റെ ആത്മീയ ഉണർവിന് തന്നെ കാരണമാകും എന്നതടക്കമുള്ള ഒരു മറുവാദവും ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. ഏതായാലും വലിയ പരാമർശങ്ങൾക്കുമൊക്കെ ശേഷമാണ് താൻ ദൈവമാണ്, അല്ലെങ്കിൽ അങ്ങനെ ജൈവികമായി ഉണ്ടായ ഒരാളല്ല താനെന്ന പരാമർശങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് മോദി ഈ ധ്യാനത്തിനായി കന്യാകുമാരിയിലേക്ക് എത്തിയത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും വലിയ വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ ഉയർന്നിരുന്നു. മോദിയുടെ ധ്യാനവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ ഉയർന്നിരുന്നു. ഒന്നുള്ളത്, ഈ കന്യാകുമാരിയിൽ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നത്, അവിടെ ഈ വിവേകാനന്ദ പാറ സന്ദർശിക്കാനായി ആളുകൾ എത്തിയിരുന്നു. പക്ഷേ ഈ പ്രധാനമന്ത്രി അവിടെ ഉള്ളതുകൊണ്ട് തന്നെ സുരക്ഷ കണക്കിലെടുത്ത് അവർക്ക് അകത്തേക്ക് കയറാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിൽ അവിടെ പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധത്തെ തുടർന്ന് പിന്നീട്
അവിടെ നിയന്ത്രിതമായ തോതിലെങ്കിലും സന്ദർശകരെ അനുവദിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായി. ഇന്നലെ അടക്കം അവിടെ സന്ദർശകർക്ക് പ്രവേശനം ഉണ്ടായിരുന്നവർക്ക് പ്രത്യേക സുരക്ഷാ പരിശോധനകളടക്കം നടത്തി വിവേകാനന്ദ പാറയിലേക്ക് ഇന്നലെ കന്യാകുമാരിയിൽ പ്രവേശനവും അനുവദിച്ചിരുന്നു. ഏതായാലും നിരവധി വിമർശനങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് മോദിയുടെ ഈ ധ്യാനം പൂർത്തിയാക്കി. മോദി കന്യാകുമാരിയിലെ ധ്യാനം പൂർത്തിയാക്കി മടങ്ങുകയാണ്. ഇതിൻ്റെ വിവരങ്ങളാണ് നാം കണ്ടത്. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 21 മിനിറ്റ്. ഒരുപാട് വാർത്തകളുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചെത്താം.